ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപ്പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിലടിച്ചും അഹങ്കരിച്ചും കരൾ കുത്തിപ്പറിച്ചും ചവച്ചും പുളക്കാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ ചിന്തകാം, മർത്യരക്തക്കറ പറ്റിയ ദംഷ്ടയിൽ മഞ്ഞുന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ നിത്യപ്രകാശ പ്രകാശധാവള്യത്തിൻ നിത്യപ്രബോധാൽ തകർത്ത പ്രബോധക, അങ്ങയെ ചൂഴും 1000 ഓർമ്മകൾ ആത്മഹർഷം നിന്നെത്തും ഈ വേളയിൽ, ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. സംഭവബഹുലമായ ആ ജീവിതം 63-ാമത്തെ അവസാനിക്കാൻ ലോകം അതിന്റെ വെളിച്ചം അസ്തമിക്കാൻ പോകുന്നു. മദീന തേങ്ങിക്കരയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലാണ്. പിന്നെ പുണ്യനബിയുടെ വഫാത്തിലേക്ക് അവിടെ നിന്ന് നടന്ന് വഫാത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. വഫാത്തിനെ പറ്റി എത്രയോ ഗ്രന്ഥങ്ങളാണെന്നറിയോ വന്നിട്ടുള്ളത് അറബിയിൽ. വഫാത്ത് ചർച്ച ചെയ്യുന്നത് കൊണ്ടുള്ള അസർ എന്താണ് എന്ന് പഠിപ്പിക്കുന്ന എത്രയോ ഗ്രന്ഥങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നബാത്തി ഖുതുബയില് ജന്മം വരാതെ രണ്ടാമത്തത് വഫാത്തായിട്ട് മാറുന്നത്. അപ്പൊ പിന്നെ അത് മുജാഹിദുകൾക്ക് വേറൊരു നിലക്ക് ഉപയോഗിക്കാനായി എന്നുള്ളത് നമ്മുടെ ഒരു സത്യത്തിൽ വഫാത്തും. എന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു സീരിയസ്